എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ ആയുരാരോഗ്യം. അപ്പോൾ ഇന്ന് കർക്കിടകം 1 അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ആയുർവേദത്തിൽ പഞ്ചകർമ്മ തെറാപ്പീസൊക്കെ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഭൂരിഭാഗം പേരും ഈ ഒരു സമയത്താണ് ആയുർവേദത്തിനൊരു പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശാസ്ത്രം ഒരു വേദമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സനാതനധർമ്മം വേദ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത്. ഇതുവരെ നമുക്കറിയാം നല്ല തീവ്രമായ ചൂടായിരുന്നു അല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഗ്യാസിൽ ഒരു പാത്രം വെക്കുകയാണ്. അത് നന്നായി ചൂടായി ഇരിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോയി ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതാകെ ഇങ്ങനെ ഒരു ആവിയൊക്കെ വന്നിങ്ങനെ പൊങ്ങി വരും അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ സംഭവിച്ചത്. അപ്പോൾ തിളച്ച് ചൂടോടെ ഇരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയിൽ പെട്ടെന്ന് അതിതീവ്രമായി മഴ പെയ്യുമ്പോൾ ഇവിടെ ഒരു അമ്ല വിഭാഗം ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു വിഷാംശം, അതിന് സദൃശമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെയാണ് നമ്മുടെ പ്രകൃതിയിലും അതുപോലെ തന്നെ മനുഷ്യരിലും ഒക്കെ പ്രകടമായി വരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു ട്രാൻസിഷൻ, അതായത് വേനൽ കഴിഞ്ഞ് നമ്മുടെ മഴക്കാലം തുടങ്ങുന്ന ഒരു സമയത്ത് ഒരുപാട് അസുഖങ്ങളൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നല്ല ശുദ്ധമായിട്ടുള്ള മനസ്സും ശരീരവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന കുറേ ചര്യകളാണ് ഈ ഒരു സമയത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നോക്കൂ, നമ്മുടെ പൂർവികർ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് ഈ ലോജിക്കും സയൻസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഭയങ്കര വണ്ടറായിട്ട് തോന്നും അല്ലേ. അപ്പോൾ നമുക്കറിയാം, കർക്കിടക സമയത്ത് മിക്കവാറും ഹൈന്ദവ ഗ്രഹങ്ങളിലൊക്കെ നമ്മൾ വീട് മുഴുവൻ വൃത്തിയാക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു, വേസ്റ്റുകളൊക്കെ വെളിയിൽ കൊണ്ടുപോയി പുറന്തള്ളുന്നു. അതുപോലെ തന്നെ രാമായണ മാസമാണ് കർക്കിടക മാസം അല്ലേ. അപ്പോൾ രാമായണത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. നമ്മളെ വീട്ടിൽ വിളക്കൊക്കെ വെക്കുന്നു, നല്ല സാമ്പ്രാണിയൊക്കെ പുകച്ച് രാമായണമൊക്കെ വായിക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ആന്തരികമായിട്ടുള്ളതും ബാഹ്യമായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രൊസീജിയറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് സഹായിക്കുന്ന ഒരു ക്രിയകളാണ് നമ്മുടെ പഞ്ചകർമായുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ വെൽനസ്സിന് വേണ്ടിയിട്ടും നമ്മുടെ അഗ്നിദീപ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഓരോ ചികിത്സാ വിധികളും കൂടെ ഇതിനൊപ്പം ചെയ്യാനുണ്ട്. അതിന് ആദ്യം തന്നെ വേണ്ടത് അതിരാവിലെ എഴുന്നേൽക്കുക, ശരീരശുദ്ധി വരുത്തുക, എണ്ണ തേച്ച് കുളി തുടങ്ങി വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ നിത്യേന ഉപയോഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശുദ്ധമായ ഒരു ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എല്ലാവർക്കും ശ്രദ്ധ ഉണ്ടാവുക. ആചരണയിൽ കൂടുതൽ ശ്രദ്ധ ഊന്നി കൊണ്ടുവരാണെങ്കിൽ നമുക്കും നല്ലൊരു ആരോഗ്യകരമായ മനസ്സും ശരീരത്തിൻ്റെ ഉടമകളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ആയുർവേദം പറഞ്ഞിട്ടുള്ള നല്ല ആശയങ്ങളെ അതിൽ സ്വാംശീകരിക്കാനും ഒക്കെ ശ്രമം ഉണ്ടാക്കുക. നന്ദി, നമസ്കാരം, താങ്ക് യു.